ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് BSNLന്റെ ഒരു റീചാർജ് പാക്കിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ BSNLിലേക്ക് വന്നത് വാലിഡിറ്റി കൂടുതലും കുറഞ്ഞ റീചാർജ് പാക്കുകളും കണ്ടുകൊണ്ട് തന്നെയാണ്. അധിക പേരും സെക്കൻഡ് സിമ്മായി ഉപയോഗിക്കാൻ കൂടിയാണ് BSNLിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. അതായത് കൂടുതൽ ബാങ്ക് OTPകൾ നമുക്ക് വാലിഡിറ്റി കൂടുതൽ നിലനിർത്തി നോർമൽ കോളിങ്ങിന് മാത്രമായിക്കൊണ്ട്, അതായത് ഡാറ്റ റീചാർജിങ് ഒന്നും ചെയ്യാതെ തന്നെ വാലിഡിറ്റിക്ക് മാത്രമായിട്ട് റീചാർജ് നിലനിർത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സിം തന്നെയാണ് BSNL എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിൽ റീചാർജ് ചെയ്തിരുന്ന ഒരു റീചാർജ് പാക്കാണ് 107 രൂപ എന്ന് പറയുന്നത്. 107 രൂപക്ക് നമുക്ക് 35 ദിവസമായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ചിരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് 3GB ഡാറ്റയും 300 SMS ഈ ഒരു പാക്കിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഇടയായിക്കൊണ്ട് ഒരുപാട് തവണ അവർ റീചാർജ് പാക്കുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഒരു പാക്ക് തന്നെ 107 രൂപ തന്നെ 22 ദിവസത്തിലേക്ക് പിന്നീട് മാറുകയുണ്ടായി. ഇപ്പോൾ അതിലും താഴേക്കാണ് റീചാർജ് പാക്കുകൾ വന്നിട്ടുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ BSNL നിന്നും ഒരുപാട് പേര് എയർടെല്ലിലേക്കും VIയിലേക്കും ജിയോയിലേക്കും പോർട്ട് ചെയ്തു പോകുന്ന ഒരവസ്ഥ തന്നെ ഉണ്ടായി. ഒരു സമയത്ത് നമുക്കറിയാം എല്ലാവരും പോർട്ട് ചെയ്തുകൊണ്ട് BSNLിലേക്കായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ നിലവിൽ എല്ലാവരും അതിൽ നിന്നും തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാർ മാറിപ്പോകാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് റീചാർജ് വർധനമല്ല, അവർ ചെയ്യുന്നത് വാലിഡിറ്റി കുറക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 107 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വെറും 20 ദിവസമാണ് വാലിഡിറ്റി ലഭിക്കുന്നത്. 3GB ഡാറ്റ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 200 SMS നമുക്ക് മുൻപ് കിട്ടിയിരുന്ന പോലെ തന്നെ അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ വാലിഡിറ്റിയിൽ മാത്രമാണ് ഇവർ ചേഞ്ച് വരുത്തുന്നത്. ഇനിയും ഇതിലും താഴേക്ക് ഈ ഒരു 107ന്റെ റീചാർജ് പാക്ക് കുറയുമെന്ന് പ്രതീക്ഷിക്കാം.